നേരം പരപരാ വെളുത്തിരിക്കുന്നു. സൂര്യൻ ഉദിച്ചുയർന്നുകൊണ്ടേയിരിക്കുന്നു. അല്ല കേട്ടോ, നേരം ഒരു 7:30 8 മണിയൊക്കെ ആവാനായിട്ടുണ്ടേ. അപ്പം ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞാൻ എണീച്ച് വരുമ്പോൾ തന്നെ അമ്മ ഉമ്മറം തൂക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടയ്ക്ക് ചോറ് കൊണ്ടുപോകാണ്ടാത്തതിനെ കൊണ്ട് തന്നെ ഞാൻ വൈകി എണീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടാൻ ഇന്നലെ അന്തിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മീൻ കൂട്ടാൻ. അപ്പോൾ ഇന്ന് മീൻ കൂട്ടാനും വെക്കണ്ടായിരുന്നു, കറിയൊന്നും വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പയറുണ്ടായിരുന്നേ, പയർ അരിഞ്ഞ് ഉപ്പേരിക്ക് വെക്കാൻ നോക്കി. പിന്നെ ഇന്നലെ അന്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൂരിക്ക് എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരണ്ടും പോയിട്ടോ. അപ്പോൾ ഭൂരിയാണ്, വലിയ ഇതൊന്നുമില്ല, മക്കൾക്കും ഇഷ്ടമില്ല. അപ്പോൾ ചേട്ടയ്ക്ക് കൊണ്ടുപോകാനും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഓരോന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ. വലിയ പോളിങ് ഇല്ല ഭൂരി ആയതിനെ കൊണ്ട്. അപ്പോൾ മക്കളൊക്കെ എണീച്ച് വരുന്നതിൻ്റെ മുന്നേ ഉപ്പേരി അടുപ്പത്താക്കി ഭൂരിയും ചുട്ടിട്ട് ഞാൻ എന്താക്കി, മേലെഴുകാൻ പോയിട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, അമ്മയാണ് എന്നും ചോറ് വെച്ച് വെക്കുക. അപ്പോൾ ചോറ് ഇന്നും വെച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് ചേട്ടയ്ക്ക് പോകാനുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ചേട്ടയ്ക്ക് കുളി കഴിഞ്ഞ് വന്നു, ചായ കുടിച്ചു, ചേട്ടയ്ക്ക് പോകാൻ നോക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടപ്പായി വന്ന് പല്ല് തേക്കുന്നിടത്ത് ഞാൻ വീഡിയോ പിടിക്കുമ്പം ആളതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഡാൻസൊക്കെ കളിക്കുക കേട്ടോ. പിന്നെ ദേവുവിനെ സ്കൂളിലേക്ക് ഇന്ന് ഭൂരി ആയതിനെ കൊണ്ട് ദേവു പറഞ്ഞു ചോറ് മതി പറഞ്ഞു. അങ്ങനെ രണ്ടാളും ചോറൊക്കെ കഴിച്ചു. അപ്പോൾ കുട്ടുവിന് ഇന്ന് സ്കൂളുണ്ടായിരുന്നില്ല കേട്ടോ. ശനിയാഴ്ച ആയത് കാരണം 4 മുതലേ ഉള്ളൂ തോന്നുന്നു, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനും കുട്ടുവും കൂടെ ദേവുവിനെ റോഡ് വക്കത്തേക്ക് കൊണ്ടാക്കാൻ പോയി. ഇതാണ് കേട്ടോ നമ്മളെ അരിമുള. അപ്പോൾ കുട്ടുവിന് ദേവുട്ടൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കുട്ടുവിന് മിഠായി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കിടക്ക് വന്നിട്ട് നേരെ അപ്പുറത്തേക്ക് കടന്ന് സതീശൻ്റെ കടയിൽ നിന്ന് മിഠായിയൊക്കെ വാങ്ങി ദേവുവിന് കൊടുത്തതിന് ശേഷമാണ് ഇപ്പുറത്തേക്ക് വന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ദേവുട്ടൻ ബസ് കയറി പോകണം, അനുഗ്രഹയിലാണ് എന്നും അവർ പോവുണ്ടായേ. അപ്പോൾ അവൻ ടാറ്റയൊക്കെ തന്നു കേട്ടോ. എന്നും അവിടെ ഞാനുള്ളപ്പോൾ എന്നും വന്ന് നിൽക്കുമ്പോൾ ടാറ്റ തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ദേവുട്ടൻ പോയി, ഞാനും കുട്ടും കൂടെ തിരിച്ച് വീട്ടിലേക്ക് വന്നേ. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീടിൻ്റെ ഉമ്മറ ഭാഗം കനാല്, പാടം ഒക്കെയാണ് കേട്ടോ. അപ്പോൾ കുട്ടു നേരത്തെ ദേവുവിനെ കൊണ്ടാക്കുമ്പോൾ വീണിട്ട് കനാലിൻ്റെ താഴത്തേക്ക് വീണുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൈ ഉരഞ്ഞിട്ട് ഇപ്പോൾ അത് കാണിച്ചു വന്നേക്കും കേട്ടോ. ഇത് നമ്മുടെ ഏടത്തിയമ്മയുടെ വീടാണേ. നമ്മുടെ തൊട്ടപ്പുറത്ത് കാണുന്ന ഷെഡാണ് കേട്ടോ. നമുക്ക് മേലെ വീട് പണിയുന്നുണ്ട്, പൂർത്തിയായിട്ടൊന്നുമില്ല കണ്ടോ. നമ്മുടെ ഉമ്മറത്തൊക്കെ പാടങ്ങളാണ്. പിന്നെ ഇത് നമ്മൾ വളർത്തുന്നതെന്നല്ല, ഒരു ആളും കൂടി ഉണ്ട് കേട്ടോ. ഇവർ രണ്ടാളും എപ്പോഴും നമ്മുടെ അവിടെ ഉണ്ടാവുക. ഫുഡ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം നമ്മളെ വിട്ടു പോകാറില്ല. അപ്പോൾ അച്ഛമ്മേൻ്റെ അടുത്ത് വന്നിട്ട് കൈ മുറിഞ്ഞതിന് കെട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു പന്തക്കെട്ടും കെട്ടി നടക്കുക. 5 മിനിറ്റേ കെട്ടി വെക്കുള്ളൂ, എന്നാലും ഒരാശ്വാസത്തിന്. അമ്മ എന്താക്കി, വെള്ള തുണിയില്ലാത്തതിനെ കൊണ്ട് ടവല് വെച്ചിട്ട് ആൾക്കൊരാശ്വാസത്തിന് വേണ്ടിയിട്ട് കെട്ടിക്കൊടുത്തു കേട്ടോ. പിന്നെ കുറേ നേരം അതും വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.